ഹലോ, വെൽക്കം ടു പാറൂസ് പാൻട്രി. പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു സൂപ്പ് റെസിപ്പിയാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കുറെയെങ്കിലും ആൾക്കാർക്ക് വെജിറ്റബിൾ സൂപ്പെന്ന് കേൾക്കുമ്പോൾ കഴിക്കാൻ ഇത്തിരി മടിയുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്ന് ഈ സൂപ്പ് ചെയ്യുന്നത്. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സൂപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് കുഴിവുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. കോക്കനട്ട് ഓയിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയാണ്, 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കൂടെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റാണ്, ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒനിയൻ എടുത്താലും മതി. അപ്പോൾ ഈ ഉള്ളിയുടെ ഈ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ വെജിറ്റബിൾസും 1/4 കപ്പ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബീൻസ് 1/4 കപ്പ്, പിന്നെ ക്യാപ്സിക്കമാണ് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ്, പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ നമ്മുടെ പച്ച ബീൻസ് ഉണ്ടല്ലോ, ഗ്രീൻ ബീൻസ്, അത്, പിന്നെ കുറച്ച് കോണ്. ഇത്രയും കൂടെ ചേർത്ത് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഓയിലിൻ്റെ ഒരു ചെറിയൊരു പ്രസൻസ് ഈ പച്ചക്കറി ഒന്ന് വാടാനും സഹായിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ചക്കറികൾ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാമേ. ഇലയൊക്കെ ഉള്ള നമ്മുടെ ചീരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്, അതൊക്കെ ചേർക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂമോ അതല്ലെങ്കിൽ കോളിഫ്ലവറോ അങ്ങനെയുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇത്തിരി ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാബേജ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ക്യാബേജ് കൂടെ ചേർത്ത് ഇത് ഒരു 1/4 കപ്പാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഓയിലുമായിട്ടൊന്ന് കോട്ട് ചെയ്യാം നമുക്ക്. ഓയിലൊന്നും ഒഴിക്കാതെ വെജിറ്റബിൾ വേവിച്ചിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് സൂപ്പാക്കുന്നതും ഉണ്ട്, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. നമ്മളിന്ന് ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. 2 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. വെജിറ്റബിൾസിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഈ ഇത്രയും വെജിറ്റബിൾസിന് 2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ഇത്തിരി ക്രഷ്ഡ് കുരുമുളകാണ്, ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു നുള്ള് ഗരം മസാലയും, പിന്നെ ഒരു 2 നുള്ള് നമ്മളുടെ റെഡ് ചില്ലി പൊടിച്ചതും, പിന്നെ ഒരു നുള്ള് കസൂരി മേത്തി. ഇത്രയാണ് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ നമുക്ക് ഈ സൂപ്പിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറിയുടെ പച്ചച്ചുവയോ ഒരു വേവാത്തതിൻ്റെ ഒരു ടേസ്റ്റോ ഒന്നും ഇതിനകത്ത് വരത്തില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. അപ്പം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നൊരു അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്, ഒരുപാട് വേണ്ട, ഒരു 2 മിനിറ്റ് മതി, നമുക്കൊന്ന് തിളപ്പിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പം ഇതിപ്പം തിളച്ചിട്ടുണ്ട്, തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പച്ചക്കറി അധികം വെന്തിട്ടില്ല, നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവാണ്. അപ്പം പച്ചക്കറി വെന്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരില്ല. ആ ടേസ്റ്റൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത്തിരി കസൂരി മേത്തിയും ഇത്തിരി ഗരം മസാലയും കുരുമുളകും മുളകൊക്കെ ചേർത്തത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുമേ. ഇനി ഇതിനകത്ത് ചേർക്കാൻ പോണത് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്ത് കലക്കിയതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത്രയായപ്പോൾ തന്നെ നമ്മുടെ സൂപ്പ് റെഡിയാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലൊക്കെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെയുള്ള സൂപ്പ് ആണ്, ആ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് സൂപ്പ് ചെറുതായിട്ടൊരു കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ലൈറ്റായിട്ടുള്ളൊരു കളറിൽ വരും കേട്ടോ. എന്നിട്ട് ഇത് നിങ്ങൾ തിക്നെസ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് തിക്കാക്കണ്ട. പക്ഷേ ഈ 2 ഗ്ലാസ് വെള്ളത്തിന് ഈ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്ത് ചേർക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ നമ്മളിത് ഇത് സൂപ്പ് കഴിക്കാറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു
ഒരു ശകലം ഒരു ഇതായിട്ട്, അതായത് പച്ചവെള്ളം പോലെ അല്ല, എന്നാൽ ഇത്തിരി ഒരു എണ്ണയുടെയൊക്കെ അടുത്ത് വരുന്ന പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ ഞാൻ ഇതിനകത്തൊരു ഇത്തിരി ലെമൺ ജ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട്. ചിലർ വിനാഗറൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ ഇത് മതി, ഇതാണ് ഹെൽത്തി. അപ്പം ഇത് ഇത്തിരി ഒരു 1/2 ടീസ്പൂണ് അത് ചേർത്തിട്ട് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. അതല്ല നിങ്ങൾക്ക് തക്കാളി ചേർക്കുന്നെങ്കിൽ അതും മതി. ഈ നാരങ്ങ തന്നെ ചേർക്കണമെന്നില്ല. തക്കാളി ഉണ്ട്, അത് വേണേൽ ചേർക്കാം, അത് തുടക്കത്തിൽ ചേർക്കണം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് കൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കോൺഫ്ലോറൊക്കെ ഒന്ന് ഇച്ചിരി ചേർത്തുള്ളൂ, എന്നാലും അതൊന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ വെള്ളം പോലെ തന്നെയാണ്, പക്ഷേ ഒഴിക്കുമ്പോഴും, പക്ഷേ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. പിന്നെ ഇത് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്തെ അത് പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ കുറച്ച് ഈ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യുക. പിന്നെ ഞാൻ അതിൽ ഇത്തിരി മല്ലിച്ചപ്പൂട് ഇടുന്നുണ്ട്, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനിയും തണുക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. സ്പ്രിംഗ് ഒനിയനൊക്കെ കമ്പൽസറി അല്ല കേട്ടോ, ഓപ്ഷനാണ്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് തുടക്കത്താൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഗാർലിക്കിൻ്റെ കൂടെ സ്പ്രിംഗ് ഒനിയൻ ഇല്ല, അതിൻ്റെ വൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒനിയൻ ഇല്ലേ, സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ചൊന്ന് ചേർത്താൽ മതി, ഒരു പ്രശ്നവും ഇല്ല. അപ്പം നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇതായിപ്പോൾ ഞാൻ സെർവിങ് പ്ലേറ്റിട്ട് മാറ്റിയപ്പോൾ ഇത്തിരി ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീനോട് ഇട്ട് കൊടുത്തു. ഇത് വേണമെന്നില്ല, മല്ലിയില ഇട്ട് കൊടുത്താലും മതി. ഇത് രണ്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും സൂപ്പ് വെക്കുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുക. എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. ഞാനൊന്നും പണ്ട് കഴിക്കില്ലായിരുന്നു, ഇപ്പം മിക്കവാറും വെജിറ്റബിൾ സൂപ്പ് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നാൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലേവേഴ്സും ഇല്ല. കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു എരിയും ലെമണിൻ്റെ ഒരു ചെറിയ പുളിപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ്. ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വച്ച് നോക്കിയിട്ട് കമൻറ്റ്സ് പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.